പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് നിങ്ങളെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണെന്ന് എനിക്കറിയാം. അതിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങളോട് എൻ്റെ ചുമതല ഞാൻ നിർവഹിക്കുന്നു. അതായത് വിശുദ്ധ ബൈബിളിൽ നിന്ന് കുറച്ച് വേദഭാഗങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നു. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളത് മനസ്സിലാക്കുവിൻ. അല്ലാത്തത് നിങ്ങൾ ആരെങ്കിലും അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവിൻ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് സാധു നഷ്ടപ്പെട്ടു പോയാൽ ഏതിനാൽ അതിന് ഉപ്പുരസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നും അതുകൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൽ വെളിച്ചമാകുന്നു. മലമേറ്റിരിക്കുന്ന പട്ടണത്തിൽ മറഞ്ഞിരിക്കുവാൻ കഴിയില്ല. വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പിന്നെയോ തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനെ കാരനോട് കാരണം കൂടാതെ കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് വിധേയനാകും. സഹോദരനെ നിസ്സാരനെന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനു നിനക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് ഒന്നാമതായി ചെന്ന് സഹോദരനോട് നിരപ്പാക്കുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. പിന്നെ പ്രാർത്ഥനയുടെ മാതൃക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ കാണേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കും എന്നാണല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിങ്ങൾക്കാവുന്നു. ആമേൻ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ അതിക്രമങ്ങൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ അതിക്രമങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമം ക്ഷമിക്കയില്ല. ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഉപവസിക്കുമ്പോൾ മത്തായി 6:16 ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. നിന്റെ ഉപവാസം മനുഷ്യരല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിനും രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുന്നതിനുമാകുന്നു. ഇപ്പോൾ ഞാൻ ഇത്രയും വായിക്കുന്നുള്ളൂ. കാരണം ഇന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് സ്നേഹമെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ലോകത്തില്ലാതെ വയ്ക്കുന്നു. സ്നേഹമുണ്ട്, ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം, കാപട്യം നിറഞ്ഞ സ്നേഹം,
ആ മുഖം ചിരിച്ച് കാണിക്കുന്നെങ്കിലും ഹൃദയത്തിൽ വഞ്ചനയും ചതിയുമാണ്. അത് ഇവർ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയുന്ന ആ സൃഷ്ടാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നമ്മൾ ആരെയും നമ്മളിന്ന് ലോകത്തിൽ അന്യോന്യം വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ജീവിക്കുന്നു. നമ്മൾ തന്നെ ഓർക്കുവിൻ, ഞാനെന്നല്ല നിങ്ങളെന്നല്ല, എല്ലാവരും അന്യോന്യം വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ജീവിക്കുന്നു. എന്തിനു വേണ്ടി വഞ്ചന? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന ഓർത്തോ സഭയെക്കുറിച്ചാണ്. ഓർത്തോ സഭയെ പോലെ ഒരു കള്ളസഭ വേറൊന്നുമില്ല. അഴകിയവനെ കണ്ട് അപ്പാന്ന് വിളിക്കുന്ന സഭയാണ്. അറിയുന്ന ആര് മുന്നേ വന്ന് നല്ല രീതിയിൽ നിന്നാൽ അവൻ്റെ പുറകെ പോവും. അതാണ് ഓർത്തോ സഭ പറയുന്നത്. ലോകത്തിൽ ഒരു സഭയും ദൈവം സൃഷ്ടിച്ചില്ല. തോമസ് ലീഹ വന്ന് കേരളത്തിൽ വന്ന് ഒരു സഭയും സൃഷ്ടിച്ചില്ല. എങ്കിലും ഈ കള്ള കാതോലിക്കായും പുരോഹിതവർഗവും വിളിച്ചു പറയുന്നത് തോമസ് ലീഹ വന്ന് 1950 വർഷത്തിന് മുമ്പ് തോമസ് ലീഹ വന്നപ്പോൾ സ്ഥാപിച്ച സഭയാണ് ഓർത്തോ സഭ ഇന്ന്. എന്നിട്ട് ആ തോമസ് ലീഹയുടെ സിംഹാസനം കാതോലിക്കായ്ക്ക് കൊടുത്തേച്ചു പോയെന്ന്. എല്ലാം സത്യം. നിങ്ങൾ ഇത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുവിൻ. ഈ പറയുന്നവർ, ഇത് വിളിച്ചു പറയുന്നവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കേണ്ട സമയം വരും. ഇത് നമ്മൾ ആരുടെ മുമ്പിലാണ് ഈ വഞ്ചനയും ഇതെല്ലാം കാണിക്കുന്നത്, ഈ കപടഭക്തിയും എല്ലാം കാണിക്കുന്നത്? സൃഷ്ടാവിൻ്റെ മുമ്പിലാണോ? സൃഷ്ടാവ് കണ്ണടച്ചിരിക്കുന്നവരല്ല. ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യരെയും കണ്ടും കേട്ടും അവരെക്കുറിച്ച് ചിന്തിച്ചും അവർക്ക് വേണ്ടുന്നത് ചെയ്തും അനീതിയോട് നടക്കുന്നത് കണ്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുവാനിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ വിശ്വസിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ മുന്നോട്ട് വരുവീനല്ലാതെ ലോകത്തിൽ രക്ഷയില്ല. നിങ്ങൾ ഓർക്കുക, ഈ ലോകാവസാനം ഉണ്ടാകും. അത് എല്ലാ സത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഒരു പുസ്തകം, വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതഗ്രന്ഥം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ആർക്കെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു തരുവിൻ. ഏതായാലും കൊള്ളാം സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിക്ക് ഫലം നമ്മൾക്ക് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ പഴയകാലത്ത് 3-4 തലമുറയോട് ചോദിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇന്ന് പലതും നടക്കുന്നു. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യം, നമുക്ക് ഈ ലോക ജീവിതത്തിൽ കോടതി പോലും ന്യായമായിട്ട് വിധിക്കാൻ കഴിയുന്നില്ല. കോടതിക്ക് പോലും, അത് സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ പലരും റിട്ടയർ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും കാണുന്നത് തന്നെയാണ്. എനിക്കെതിരെ ഒരു വിധി നടപ്പാക്കുവാൻ പോകുന്നുവെങ്കിൽ അത് വിധിക്കുന്നതിന് മുമ്പേ ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റും. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും എല്ലാം ഉണ്ടായിരുന്നു, പങ്കെടുത്ത കൂട്ടത്തിൽ. അവിടെ ഉള്ള സത്യം മുഴുവൻ കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുക്കാനിരുന്ന കസ്റ്റം ഓഫീസറെ അവിടുന്ന് മാറ്റി. കാരണം അത് റിപ്പോർട്ട് വന്നാൽ നല്ലവരായിട്ട് ആക്ട് ചെയ്യുന്ന ചിലർ ഒക്കെ അകത്താകും, എല്ലാവരുടെയും പേര് പോവും. അവർ പറയാം, മക്കളെ ഇന്ന് ആരാണ് സൗജന്യമായി ഓരോന്ന് കൊടുക്കുന്നത്? അതായത് 1000 കോടി കട്ടുപൊട്ടിച്ച് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാക്കി 10 കോടി ഓരോരുത്തർ കൊടുക്കും, 10 കോടി ഒരാൾക്ക് കൊടുക്കും, സന്തോഷമായി അത് പേപ്പറിൽ വരും. എന്നാൽ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതൊന്നും ആരും പറയത്തില്ല. കാരണം പേടിയാ.
ഇവരൊക്കെ കേരളത്തിൽ തന്നെ എന്തുമാത്രം നിക്ഷേപങ്ങളുള്ളവരാണെന്നറിയാമോ? ഓരോന്നിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നവരാണ്. അതിന് നിസ്സാരമായിട്ടൊരു കാര്യം ഞാൻ പറയാം. കൊച്ചിയിൽ മരടിൽ ഫ്ലാറ്റുകൾ രണ്ട് കെട്ടിടങ്ങൾ പൊളിച്ചു. അന്ന് വലിയ കോടതി പറഞ്ഞു ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഉള്ളത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് തന്നെ വന്ന് കേരളത്തിൽ ഇത് കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്താൽ മാതാമൃതമായുടെ കെട്ടിടങ്ങൾ വരെ പോകും, യൂസഫ് അലിയുടെ കെട്ടിടങ്ങൾ പോകും, അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ കെട്ടിടങ്ങൾ പോകും. അതുകൊണ്ട് ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് പോയിട്ടില്ല. കോടതി പിന്നെ ചോദിക്കാൻ കോടതിക്ക് ഇത് മാത്രമാണോ? ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങൾ മുന്നേ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓർക്കാനുണ്ടോ? സാധാരണക്കാരൻ ഇത് ഓർപ്പിച്ചുകൊണ്ട് ചെന്നാൽ അവന് നാളെ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ആരും പോകുന്നില്ല. മക്കളെ, ഒന്നുകിൽ നിങ്ങൾ മനുഷ്യ ദൈവങ്ങളാവുകയും അല്ലെങ്കിൽ കട്ടും മോട്ടിച്ചും വീതം കൊടുത്ത് ധനാഢ്യരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട. നിങ്ങളെ എല്ലാവരും സംരക്ഷിച്ചു കൊണ്ടുപോകും. ശബരിമലയിലെ കാര്യം പറഞ്ഞു. ശബരിമലയിൽ തന്ത്രിയെ തൊട്ട് നിങ്ങൾ ആരെന്നോട് എത്തുന്നാലും തന്ത്രിയെ തൊട്ട് എല്ലാവരും എനിക്ക് ഇന്ന ജോലിയുള്ളതെന്ന് പറഞ്ഞു ഒഴിയരുത്. തന്ത്രി എന്നല്ല, അതിനകത്ത് ആരുടെയൊക്കെ പേര് വന്നിട്ടോ അവരുടെ എല്ലാം പണവും സ്വത്ത് സഭകളും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഇന്ന് ശബരിമലയിൽ നടന്ന കൊള്ളയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു മന്ത്രി പറഞ്ഞു എൻ്റെ ടേബിളിൽ ഒരുപാട് പേപ്പർ വരും, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് കണ്ടാൽ അവർക്ക് അത് വിട്ടുകൊടുക്കും. ഞാൻ വായിച്ചു നോക്കാറില്ല. പിന്നെ നിന്നെ എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇത് കാണാനായിട്ട് കണ്ടച്ച് വിടാനാണെങ്കിൽ വേറൊരു ഒന്നും അറിയാത്ത ഒരു വിദ്യയെ പിടിച്ച് അവിടെ എത്തിയ പോരായോ? നീ അതിന് വിദ്യ ഒന്ന് വായിക്കാതെ ആ പേപ്പർ സൈൻ ചെയ്ത് അങ്ങോട്ട് നീ കണ്ടൊന്ന് സൈൻ ചെയ്യുമല്ലോ അതിനെ, എന്നിട്ടല്ലേ വിടുന്നത് എന്ന് നീ ഇപ്പം പറയാ. ഞാനൊന്നും നോക്കാറില്ല. ഇതൊക്കെ ഇത് നടക്കും. ഈ സംഭവങ്ങളും തേഞ്ഞു മാഞ്ഞു പോകും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നടക്കട്ടെ. എന്തെവിടെ നടന്നാലും സാധാരണക്കാരൻ്റെ ജീവിതം മുട്ടിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ.